എന്തിനായിരിക്കും അരുന്ധതി കാണണമെന്ന് പറഞ്ഞത്? ഒരു പക്ഷേ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. യവന്മാരുടെ മുന്നിൽ വെച്ച് പറയാൻ അനുവദിച്ചുകൂടാ. കള്ളി വെളിച്ചത്തായ കാര്യം യവന്മാരിപ്പോ അറിയണ്ട. അരുന്ധതി വരട്ടെ. CID-മാര് വന്നിട്ട് അധിക നേരം ആയോ? ഇതെന്തോന്നു? ക്ഷമിക്കണം, നിങ്ങളൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഇതെങ്ങനെ? എന്നോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അരുന്ധതി നായരെ കുറിച്ചുള്ള അന്വേഷണം എവിടം വരെ ആയി? അരുന്ധതി നായർ 22 വയസ്സ്, അഷ്ടമത്തിൽ ചൊവ്വ. ഇതിൽ കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല അല്ലേ? പെണ്ണിന്റെ മനസ്സ് തുറക്കണമെങ്കിൽ അത് അവള് തന്നെ വിചാരിക്കണം. CID-യോ CBI-യോ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുന്നത്? അല്ല, സഹായിക്കാൻ. ഞാൻ കാരണം നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കണ്ട. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. അതിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല. ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആൾക്കാർ ജോലി. അതുകൊണ്ട് അത് നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. നിങ്ങൾ 3 പേരും എന്റെ പിന്നാലെ കുറെ ചുറ്റിത്തിരിഞ്ഞതല്ലേ. അതുകൊണ്ട് 3 പേരോടുമായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. ആദ്യം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അരുന്ധതിയുടെ തീരുമാനത്തിൽ എനിക്ക് സമ്മതം. അരുന്ധതി നായരെ കുറിച്ചല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അതെ അതെ അതെ. എന്നാൽ അത് ഞാനല്ല. ഞാൻ രേവതി നായർ. അരുന്ധതി നായർ സഹോദരനോടൊപ്പം അമേരിക്കയിൽ പഠിക്കുന്നു. മാട്രിമോണിയൽ പരസ്യം കണ്ട് ഡാഡി എഴുതിയത് അവൾക്ക് വേണ്ടിയാണ്. കള്ളം. അനന്ത പത്മനാഭൻ സാറിന് ഒരു മകളെ ഉള്ളൂ എന്നാണല്ലോ ഞങ്ങൾക്ക് സീക്രട്ട് ഫയൽസിൽ കിട്ടിയ ഇൻഫർമേഷൻ. അതെ, കൊച്ചച്ഛന് ഒരു മകളെ ഉള്ളൂ. അതാണ് അരുന്ധതി നായർ. കൊച്ചച്ഛനോ? അനന്ത പത്മനാഭൻ എന്റെ കൊച്ചച്ഛനാണ്. അപ്പോ രേവതിയുടെ അച്ഛൻ? എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എന്റെ മമ്മിയും ഡാഡിയും ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി. കൊച്ചച്ഛനും കുഞ്ഞമ്മയാണ് എന്നെ വളർത്തിയത്. സ്വന്തം മകളെ പോലെ. പേരിന്റെ കാര്യത്തിൽ പോലും ഞങ്ങൾ തമ്മിൽ പിണങ്ങരുതെന്ന് കരുതി കൊച്ചച്ഛന്റെ മകളുടെ പേര് ചൊല്ലിയാണ് എന്നെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ സ്വന്തം പേരിന് രേഖകളിൽ മാത്രമേ ഉള്ളൂ. രേവതി എക്സ്പോർട്ടേഴ്സ്. എന്റെ ഡാഡി തുടങ്ങി വെച്ച കമ്പനിയാണത്. ആ ബോർഡ് വല്ലപ്പോഴും കാണുമ്പോഴാണ് ഞാൻ എന്റെ പേര് ഓർക്കുന്നത് തന്നെ. ഇന്ന് എനിക്കവർ കൊച്ചച്ഛനും കുഞ്ഞമ്മയും അല്ല, എന്റെ ഡാഡി മമ്മിയാണ്. എനിക്കറിയാം. ചൊവ്വാദോഷം മൂലം രേവതിയുടെ കല്യാണം നടക്കാത്തതില് അനന്ത സാറിന് വലിയ പ്രയാസമുണ്ട്. ഇല്ല, എന്റെ ജാതകത്തിനൊരു കുഴപ്പമില്ല. ഉമ്മച്ചൻ ഫയലിൽ എഴുതിയില്ലേ എനിക്കെന്തോ ചെറിയ അസുഖം ഉണ്ടെന്ന്? ചെറുതല്ല, മരുന്നുകളുടെ പച്ചയിൽ ജീവിക്കുന്ന രോഗിയാണ് ഞാൻ. അതുകൊണ്ടാണ് SSLC കഴിഞ്ഞപ്പോ എനിക്ക് പഠിത്തം നിർത്തേണ്ടി വന്നത്. വിവാഹം എനിക്ക് വിധിച്ചിട്ടില്ല. ആ വിവരം പുറത്തു പറയാൻ വിഷമമുള്ളതുകൊണ്ടാണ് എനിക്ക് വരുന്ന ആലോചനകൾ ചൊവ്വാദോഷത്തിന്റെ പേരിൽ ഡാഡി ഒഴിവാക്കുന്നത്. മറ്റുള്ളവർ എന്നെ ഒരു രോഗിയായി കാണുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. 10 മിനിറ്റിനുള്ളിൽ വരാന്നും പറഞ്ഞിറങ്ങിയതാ. മമ്മി ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ പുറകെ നടന്ന് കുറെ സമയം വേസ്റ്റ് ആക്കി. ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പറഞ്ഞത്. വരട്ടെ. ഉമ്മച്ചൻ എങ്ങോട്ടാ? ഞാൻ പോവാ. അന്വേഷണം പൂർത്തിയാക്കാതെ പോവാണോ? നിങ്ങൾ CID-മാരാണെന്നുള്ള കാര്യം ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടില്ല. അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുന്ന അറിയാൻ വയ്യാത്തോണ്ടാ ഞാൻ പറയാഞ്ഞത്. അമേരിക്കയിലുള്ള അരുന്ധതിയെക്കുറിച്ച് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വേണ്ട. ഇന്നലെ വരെ അന്വേഷണത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നത് പോയി. കുട്ടി ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു.
കാണണമെന്ന് പറഞ്ഞ വേറൊന്നിനുമല്ല. ഒരു ജോലിക്ക് വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ നമ്മൾ പരസ്പരം വെല്ലുവിളിക്കുകയും പാരവയ്ക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയതുമില്ല. ഓരോ നിമിഷവും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിന് മുമ്പിൽ നമ്മുടെ പകയ്ക്കും വിദ്വേഷത്തിനൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിനൊരു തടസ്സമാകുന്നില്ല. ഈ കേസന്വേഷണത്തിൽ ഞാൻ പിന്മാറുക. നമ്മൾ CID-മാരാണെന്ന കാര്യം രേവതി നായർ അനന്തപത്മനാഭനെ അറിയിച്ചിട്ടില്ല. അരുന്ധതി നായരെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാൻ ആ കുട്ടി ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചു. താല്പര്യമുള്ളവർക്ക് അത് ഏറ്റെടുക്കാം. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഫയലിൽ എഴുതിയ അബദ്ധങ്ങൾ നശിപ്പിച്ചെങ്കിലും രേവതിയെ കുറിച്ചുള്ള വിചാരങ്ങൾ മായുന്നില്ല. അന്വേഷണത്തിന് വേണ്ടി ആയിരുന്നെങ്കിലും അവളുമായിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ അടുത്തത് ഞാനാണ്. എനിക്ക് അവളെ കൈയൊഴിഞ്ഞിട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. രേവതിക്ക് എന്ത് അസുഖമാണെന്ന് അറിയണം. അനന്ത പത്മനാഭനുമായിട്ട് വലിയ അടുപ്പത്തിലായതുകൊണ്ട് ഉണ്ണികൃഷ്ണത് പറ്റും. അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. പ്ലീസ്. ആർക്കാ മരുന്ന്? മോൾക്ക. മുമ്പൊരിക്കെ ഹോസ്പിറ്റലിൽ വെച്ച് അരുന്ധതിയെ കണ്ടപ്പോ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചാ. മോൾക്ക് എന്താ സാർ അസുഖം? അല്ല, ഞാൻ ചോദിച്ച തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. മകളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന ഏതൊരച്ഛനും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉണ്ണികൃഷ്ണൻ ചോദിച്ചത്. എന്നെപ്പോലെ നിർഭാഗ്യവാനായ ഒരു അച്ഛനെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി രോഗലക്ഷണം കണ്ടത്. അതിനുശേഷം മനസ്സുഖം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാ? അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ വിധിക്ക് വിട്ടിട്ട് വെറുതെ നോക്കിയിരിക്കുമായിരുന്നു. പ്ലീസ്, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്ന് ഉറപ്പാണോ? എന്നാണ് ആ മെഡിക്കൽ ഷോപ്പുകാരൻ പറഞ്ഞത്. ഇത്രയും വൈറ്റമിൻസ് കഴിക്കണമെങ്കിൽ രേവതിക്ക് കൊടുക്കുന്നത് വളരെ ഹെവി ഡോസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആയിരിക്കണം. അത് ശരിയാ. രേവതിയുടെ അസുഖത്തിന്റെ പേരറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ അവൾ കഴിക്കുന്ന മറ്റു മരുന്നുകളുടെ പേരറിയണം. അതിനെന്താ ഒരു വഴി? വഴിയുണ്ട്. പക്ഷേ വിദേശത്ത് കൊണ്ടുപോയാൽ പോലും സുഖപ്പെടാത്തൊരു അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് പ്രേമൻ എന്ത് കിട്ടാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അനന്തപത്മനാഭൻ അത് പറയാൻ മടിച്ച സ്ഥിതിക്ക് ആ അസുഖത്തിന്റെ പേരറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കും ഒരാഗ്രഹമുണ്ട്. ഉം. എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ. എന്താണ്? ഉണ്ണികൃഷ്ണന് ദേഷ്യം തോന്നരുത്. പ്രേമനെ തല്ലാൻ ഉണ്ണികൃഷ്ണനാണ് ആളെ വിട്ടത് എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാനാണ്. സത്യത്തിൽ പ്രേമനെ തല്ലാൻ ആളെ അയച്ചത് അനന്തപത്മനാഭനാണ്. അപ്പോ അനന്തപത്മനാഭന്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമുക്കിതേക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. ഓക്കേ.